14 സ്ഥലവും മനുഷ്യജന്മവും എന്ന ഈ പരമ്പരയിലെ 8-ാം സ്ഥലം. കുരിശും വഹിച്ചുകൊണ്ടുവരുന്ന അവനെ കാണുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന നിസ്സഹായരായ സ്ത്രീജനങ്ങളെ വേദനയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടുപോലും അവൻ ആശ്വസിപ്പിക്കുകയാണ്. അവർക്ക് വരാനിരിക്കുന്ന കെടുതികളെ ഓർത്ത് സമാശ്വാസം നൽകുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ സ്ഥലത്തിൽ കാണുന്നത്. നമ്മുടെ ഈ ജീവിതത്തിലും പലപ്പോഴും ഓസ്ലേമിലെ സ്ത്രീകളെപ്പോലെ പലരും മുതലക്കണ്ണീരൊഴുക്കി നമ്മുടെ നിസ്സഹാവസ്ഥയിൽ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള അഭിനയം കാഴ്ചവെക്കാറുണ്ട്. സത്യത്തിൽ അവർക്ക് നമ്മളെയൊക്കെ സഹായിക്കുവാൻ പറ്റുമെങ്കിലും നമ്മുടെ നിസ്സഹാവസ്ഥയിലേക്ക് അവരുടെ സമ്പത്ത് നിറയ്ക്കുവാൻ സാധിക്കുമായിരുന്നെങ്കിലും പലരും ഓസ്ലേമിലെ സ്ത്രീകളെപ്പോലെ മുതലക്കണ്ണീരൊഴുക്കി യേശുവിൻ്റെ പിന്നാലെ പോയ പോലെ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാനാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ആ സന്ദർഭങ്ങളിൽ പലപ്പോഴും നിസ്സഹായരായ നമുക്ക് അവരോട് വെറുപ്പും വിദ്വേഷവും തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ തൻ്റെ നിസ്സഹാവസ്ഥയിലും മുതലക്കണ്ണീരൊഴുക്കിയ സ്ത്രീകളോട് അവർക്ക് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവാണ് നമ്മുടെ നട്ടെല്ല്, നമ്മുടെ വഴികാട്ടി. അതിനാൽ പ്രിയമുള്ളവരെ, അവൻ്റെ പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത്. കളിയാക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും വെറുക്കുന്നവരെയും മുതലക്കണ്ണീർ ഒഴുക്കുന്നവരെയും ഒക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അവരെ പൗത്രീകരിക്കുക. അതാണ് ഓസ്ലേം നൽകുന്ന പാഠം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ തിരുമുറിപ്പാടുകളെ നമുക്ക് ധ്യാനിക്കാം.